USS എക്സാമിന് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ USSന്റെ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം? ഇത് കുറേ ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസറുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം USS എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിനെ കണ്ടെത്തി അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് അല്ലേ? അപ്പോൾ USS സ്കോളർഷിപ്പിൽ എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് ഉണ്ട്, എത്ര ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നേ വീഡിയോ ആയിട്ട് നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആളുകൾക്ക് ആ വീഡിയോസ് എടുത്തിട്ട് നോക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ USS എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പും കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. അതിലും നമ്മൾ ഇതുപോലത്തെ ഇൻഫർമേഷൻസും വീഡിയോസും ഇടാറുണ്ട്. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലൊക്കെ എന്ത് ചെയ്യാം, അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് USS സ്കോളർഷിപ്പ് കിട്ടും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ USSന്റെ സർക്കുലറിൽ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 2 പേപ്പറുകൾക്കും കൂടി ആകെയുള്ള 90 സ്കോറിൽ 63 സ്കോറോ അതിൽ കൂടുതലോ കിട്ടിയാൽ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ 70%, 70%. ഓക്കെ, ടോട്ടൽ മാർക്കിൻ്റെ 70% എല്ലാ ആളുകൾക്കും, ഓക്കെ, 70% അതിന് മുകളിലോ ഉള്ള സകല ആളുകൾക്കും എന്ത് ചെയ്യും, സ്കോളർഷിപ്പ് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ 70% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മാർക്കാണ് ടോട്ടൽ, 90 മാർക്സ് 2 പേപ്പറിലും കൂടി ഒക്കെ നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്, ഓരോന്നിലും ഏതൊക്കെയാണ് എല്ലാം നമ്മൾ മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ 90 മാർക്കിൻ്റെ 70% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, 63 മാർക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു USS എക്സാമിൻ്റെ മോഡൽ എക്സാമുകളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ, മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ എക്സാം എഴുതി കഴിഞ്ഞിട്ട് 63 അതിൽ കൂടുതലോ മാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ 63 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളോട് മുന്നേയും ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് എക്സാമാണ്. ഇതിൽ നിങ്ങൾ സ്കൂൾ എക്സാം പോലെ ഫുൾ മാർക്ക് കിട്ടേണ്ട ഒരു ആവശ്യമില്ല. ഇതിൽ 90-ൽ 90 കിട്ടിയ ഒരാളാണെങ്കിലും 90-ൽ 63 കിട്ടിയ ഒരാളാണെങ്കിലും 2 പേരും എന്താണ്, സ്കോളർഷിപ്പിന് അർഹരാണ്. ഓക്കെ, ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വേറൊരു കാറ്റഗറി ഉണ്ട്, പക്ഷേ അർഹരാണോ അല്ലേ, ആണ്. ഇപ്പോൾ നിങ്ങൾ A+ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 100 നടത്തുന്ന ഒരു എക്സാം ആണെങ്കിൽ ആ 100 നടത്തുന്ന എക്സാമിൽ 90 മാർക്ക് മുതൽ 100 മാർക്ക് വരെ കിട്ടിയിട്ടുള്ള എല്ലാവർക്കും A+ കിട്ടും. മനസ്സിലായോ? എന്നുവെച്ചാൽ 100 മാർക്ക് കിട്ടിയ, ഫുൾ മാർക്ക് കിട്ടിയ ഒരാൾക്ക് A+ ആണ്, 90 കിട്ടിയ ഒരാൾക്ക് A+ ആണ്. അപ്പം നിങ്ങളുടെ ഫോക്കസ് എന്തായിരിക്കണം? ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതാണോ? സ്കൂൾ എക്സാം പോലെ അല്ല. നിങ്ങളുടെ ഫോക്കസ് 63 മാർക്കിൻ്റെ മുകളിൽ വാങ്ങുക എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് കേട്ടോ. പിന്നെ ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആവുന്ന സെക്കൻഡ് കേസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലക്ഷ്യം എന്താ? 63 മാർക്കിൽ മുകളിലാവുക. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 63 മാർക്ക് നമ്മൾ ഏത് സബ്ജക്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും? ഇപ്പോൾ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് തീരെ അറിയില്ല, എത്ര പഠിച്ചിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നതാണോ, അല്ല കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ സബ്ജക്റ്റ് ഉണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണോ നല്ലത്? നിങ്ങൾ അറിയുന്ന സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് 63 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾക്ക് എക്സാമിന് USS എക്സാമിന് വരുന്ന ഏത് സബ്ജക്റ്റിന് ആൻസർ ചെയ്താലും കുഴപ്പമില്ല അല്ലേ. നിങ്ങൾക്ക് അതിൻ്റെ ആ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സാം പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയാം, എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സബ്ജക്റ്റിനും എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൽ 63 മാർക്കോ അല്ലെങ്കിൽ അതിന് മുകളിലോ നേടണം എന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റിനാണ് നിങ്ങൾ അതിന് മാർക്ക് വാങ്ങുക, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുക, അത് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യണം. അല്ലാതെ എല്ലാ സബ്ജക്റ്റും ഒരേപോലെ പഠിക്കണ്ട. അതല്ല നിങ്ങൾ ഒരു കോമ്പറ്റീവ് എക്സാമോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എക്സാമിനോ എടുക്കേണ്ട സ്ട്രാറ്റജി. എല്ലാ സബ്ജക്റ്റും ഒരേപോലെ പഠിച്ചിട്ട് എല്ലാത്തിനും ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതെല്ലാം ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഈ 63 മാർക്ക് അത് എവിടെ നിന്ന് ഉണ്ടാക്കും? അത് ഏത് സബ്ജക്റ്റ് പഠിച്ചാലാണ് കിട്ടുക, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത്, അങ്ങനെ വേണം നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ. അങ്ങനെ ആകുമ്പോൾ എന്താ, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഈ 63 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ മാർക്ക് നേടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 63 മാർക്ക് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു 27 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാറുണ്ടാ, അല്ലെങ്കിൽ 27 മാർക്കുള്ള ക്വസ്റ്റ്യൻ ചെയ്യണ്ട. ബാക്കി 63 എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് സ്പെസിഫിക്. അപ്പോൾ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീക്ക് ഏരിയ എന്താണ്, സ്ട്രോങ് ഏരിയ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ സ്ട്രോങ് ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് 63 മാർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോക്കസ് ചെയ്യാം. ഇനി അത് 63 മാർക്കിന് മാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ വീക്ക് ഏരിയയിലെ സ്ട്രോങ് ഏരിയ നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റ് എടുക്കുക. അപ്പോൾ മാത്സ് ഭയങ്കര ടഫാണ് ഒരാൾക്ക്, പക്ഷേ മാത്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് 63 എത്താൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മാത്സിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉള്ള ഏരിയ ഉണ്ടാവുമല്ലോ, ആ ഏരിയയിൽ നിന്ന് ആ മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്.
ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അങ്ങനെ വേണം നമ്മൾ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യാൻ, സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര മാർക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. 90-ൽ 63 മാർക്ക് അഥവാ 70% നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അത് ക്വാളിഫൈ ചെയ്യാൻ, സ്കോളർഷിപ്പിന് അർഹരാവാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ഇത് ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആവാൻ എത്ര മാർക്ക് വേണം, കാര്യങ്ങളൊക്കെ അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയും. ഓക്കെ, താങ്ക്